ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-ാമത്തെ ഈ വാക്യം ഏതെങ്കിലും പ്രത്യേക സഭാ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈശ്വര സൃഷ്ടികളായ സമസ്ത വിശ്വാസികൾക്കും വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗമാണ് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ സമീപ ദിവസങ്ങളിലാണ് ജോലി ഭാരം നിമിത്തം ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നത്. ബഹുരാഷ്ട്ര കുത്തക കമ്പനിയിൽ 13-16 മണിക്കൂറുകൾ ഇടതടവില്ലാതെ ജോലി ചെയ്യേണ്ടി വന്ന അന്ന സെബാസ്റ്റ്യൻ മാനസികമായ സംഘർഷം മൂലം, മാനസിക സമ്മർദ്ദം മൂലം അതിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹൃദയം പൊട്ടി മരിച്ചത്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രസ്താവന ഇറക്കി. നിർഭാഗ്യവശാൽ ആ പ്രസ്താവന വിവാദമായെങ്കിലും ആ പ്രസ്താവനയിൽ ആത്മീയമായ ചെറിയ ഒരംശം കണ്ടെത്തുവാൻ ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് സാധ്യമാകും. ഇവിടെ ആ പ്രസ്താവനയുടെ പ്രസക്തിയെക്കുറിച്ചല്ല പറയുന്നത്, യുവ തലമുറ ഇന്ന് അഭിമുഖീകരിക്കുന്ന മാനസികമായ സംഘർഷത്തെക്കുറിച്ചാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യം സമ്മർദ്ദം കുറയ്ക്കുവാൻ, മാനസികമായ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുവാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. കേന്ദ്രമന്ത്രി കൃത്യമായും വ്യക്തമായിട്ടും പറഞ്ഞത് ദൈവത്തിൽ ആശ്രയിച്ച് ധ്യാനം പരിശീലിച്ചാൽ മനസ്സിൻ്റെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുവാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ, ആ പ്രസ്താവനയിൽ ആത്മീയത ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. യുവതലമുറ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും തന്നെ ITI മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്ത് അമിത ഭാരത്താൽ, മാനസികമായ സംഘർഷത്താൽ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വരുന്ന അവസ്ഥ അതിദയനീയമാണ്, പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോലിയേക്കാൾ ജീവിതത്തിന് പ്രാധാന്യം നൽകാൻ യുവതലമുറ തയ്യാറാകണം. മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ജോലി ഉപേക്ഷിക്കാൻ കഴിയണം. സന്തോഷകരമായ ജോലി ചെയ്യാനുള്ള സാഹചര്യം കണ്ടെത്താൻ കഴിയണം. ഇത് രണ്ടും കഴിയണമെങ്കിൽ മാനസികമായ സമ്മർദ്ദത്താൽ ജോലിഭാരവും ജീവിതഭാരവും അനുഭവിക്കുന്നവർ എത്തപ്പെടേണ്ടത് കാൽവരിയിലെ കുരിശിൻ്റെ ചോട്ടിലാണ്. ആ കാൽവരിയിലെ കുരിശാണ് ആശ്വാസം പകരുവാൻ വിശ്വാസികൾക്ക് ഏകമാർഗമായി ദൈവം തുറന്ന് വച്ചിരിക്കുന്നത്. പുതിയ തലമുറയിൽ കണ്ടുവരുന്ന വളരെ വിചിത്രമായ പുതിയ സംഭവ വികാസങ്ങളുമൊക്കെ കാലികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിവാഹം വൈകി മതിയെന്നും കുട്ടികൾ വേണ്ടെന്നുമുള്ള കുടുംബ ജീവിത വിരുദ്ധ ചിന്തകളും ഈ കാലത്ത് വർദ്ധിക്കുകയാണ്. അപ്പോൾ യുവതലമുറ ഇപ്രകാരമുള്ള ചിന്തയിലൂടെ സമൂഹത്തിൽ വലിയ വിപത്ത് ക്ഷണിച്ചു വരുത്തുന്ന നവകാലഘട്ടത്തിൽ
മാനസികമായ സംഘർഷത്തിന് അയവ് വരുത്തുവാൻ ഒരു മനഃശാസ്ത്രജ്ഞനും കഴിയില്ല. ക്രൂശ് മരണത്തിന് മുമ്പ് യേശു അനുഭവിച്ച മാനസിക വ്യത ലോക ചരിത്രത്തിൽ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. താൻ അനുഭവിച്ച മാനസികമായ സംഘർഷത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എൻ്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മരണവേദന അനുഭവിക്കുമ്പോഴും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ പിതാവാൻ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം ധീരതയോടെ ക്രൂശിൽ അഭിമുഖീകരിക്കുന്ന യേശുവിലാണ് മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവർ അഭയപ്പെടേണ്ടത്. പ്രത്യേകിച്ച് 62-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നവർ, സംഘർഷം അനുഭവിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവ തിരുമുമ്പാകെ പകരുക. കാരണം ദൈവം മാത്രമാണ് നമ്മുടെ സങ്കേതം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മാനസികമായി തകർന്ന് ജീവിതം സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ആശ്വാസം കണ്ടെത്തുവാൻ ആശ്വാസം തരുന്ന സൗഖ്യദായകനായ യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്കാണ് ഞാനും നിങ്ങളും എത്തപ്പെടേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.